ഇന്ന് നമുക്ക് മീനില്ലാതെ ഒരു മീൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനൊരു ചട്ടി, മൺചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പം ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക, ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ട് പൊട്ടി വരുമ്പം, കടുകൊക്കെ ശരിക്കും പൊട്ടിക്കഴിയുമ്പം അതിലേക്ക് നമ്മൾ പൊടിയായി കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കണം. രണ്ടും കൂടെ ചതച്ചിട്ടാലും മതി. ഞാൻ പൊടിയായിട്ട് കൊത്തി അരിഞ്ഞിരിക്കുക. പിന്നെ ഒരു 2-3 പച്ചമുളക്, ഒരു 10-15 ചെറിയ ഉള്ളി, ഇതെല്ലാം കൂടെ പൊടിയായിട്ട് അരിഞ്ഞ് എണ്ണയിലേക്കിട്ട് നന്നായിട്ട് വഴറ്റുക. ഉള്ളിയുടെ കളറൊക്കെ നന്നായിട്ട് മാറി വരുന്ന പോലെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. കുറച്ചും കൂടെ എരി കൂടുതൽ വേണ്ടവർക്ക് ഒരു 1-1.5 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ 1 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇനി ഒരു 4-5 തോട്ടുപുളി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് തിളയ്ക്കാൻ വെക്കുക. കറി നന്നായിട്ട് ഈ ചാറ് തിളച്ച് വരുമ്പം അതിലേക്ക് നമ്മൾ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കും. പച്ച പപ്പായ കഷ്ണങ്ങളാണ് ഇട്ട് കൊടുക്കുന്നത്. നേന്ത്രക്കായ കൊണ്ട് ഈ കറി ഉണ്ടാകാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ പപ്പായയാണ് എടുത്തിരിക്കുന്നത്. ഒരു അരമുറി പപ്പായ ചെറിയ കഷ്ണങ്ങളാക്കി അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചു. ഇടയ്ക്കൊന്ന് നോക്കി കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. ചാറൊക്കെ ഒന്നുകൂടെ ഒന്ന് കുറുകി വരുമ്പം നമുക്കതിലേക്ക് ഇത്തിരി പച്ച വെളിച്ചെണ്ണയും അല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് തീ ഓഫ് ചെയ്യാം. കുറച്ച് നേരത്തെ തീ ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ മൺചട്ടി ആയതുകൊണ്ട് ചാറ് ഭയങ്കരമായിട്ട് അങ്ങ് കുറുകിപ്പോവും. അപ്പോൾ ഇത് വളരെ ഈസിയാണ്. എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.